Hello friends, welcome back to my channel. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വ്ളോഗ്സ് കണ്ടന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാതെ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എൻ്റെ പുതിയ വ്ളോഗ്സ് അപ്ലോഡ് ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അല്ലേ. നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മേജർ ഇൻഗ്രീഡിയൻസ് ആണിത്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ഒരു 4-5 മാവിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 നാരങ്ങ, പിന്നെ ഇഞ്ചി, പിന്നെ കുറച്ച് തേന് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവറിന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തേൻ എടുത്തിട്ടുള്ളത്. തേനുള്ളവർക്ക് തേൻ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാം. മാവിൻ്റെ ഇല നമ്മൾ നന്നായിട്ട് കഴുകാം. അതിൽ വല്ല ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് നമ്മൾ കഴുകി തന്നെ കളയണം. ഇനി വേണ്ടത് നമുക്ക് ഈ ഇലകളൊക്കെ ഒന്ന് ഓരോരോ സ്ലൈസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. നമ്മൾ നാരങ്ങ സ്ലൈസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇഞ്ചി നമുക്കൊരു ചെറിയ സ്ലൈസ് ആക്കി. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇല സ്ലൈസ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചി നമ്മൾ ചെറിയ ചെറിയ സ്ലൈസ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട നാരങ്ങ നമ്മൾ സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെല്ലാം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ മിക്സി ജാർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് സാധനങ്ങളൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ മാവിൻ്റെ ഇല നമ്മളിതിലേക്ക് ഇട്ടു. ഇനി ഇഞ്ചി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു നാരങ്ങേൻ്റെ മുഴുവൻ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. തേന് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് തേൻ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഇപ്പോൾ തേന് ഉള്ളത് കൊണ്ട് ഞാൻ തേൻ കൂടെ ഒന്ന് എക്സ്ട്രാ ഫ്ലേവറിന് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. അധികമൊന്നും ഒഴിക്കേണ്ട, ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര ആവശ്യമില്ല അതിനനുസരിച്ച് ഒഴിച്ചാൽ മതിയാവും. നമ്മൾ ഓൾറെഡി ഹണി ഇതിലോട്ട് ആഡ് ചെയ്തതാണ്, അതുകൊണ്ട് ഷുഗറിൻ്റെ ആവശ്യം ആക്ച്വലി വരുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ടേസ്റ്റിന് അത്യാവശ്യം നല്ല ഷുഗർ വേണമെന്നുള്ളവർക്ക് ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ്. 2 സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. സോഡയാണ് ഏറ്റവും കൂടുതൽ നന്നാവുക. വെള്ളമാണെങ്കിൽ വെള്ളം ഒഴിക്കാം, പക്ഷെ നല്ലൊരു കോമ്പിനേഷൻ സോഡയായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ സോഡ ഉള്ളതുകൊണ്ട് ഞാൻ സോഡ ഒഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കളറിലേക്കാണ് നമുക്കിത് കിട്ടുക. ഒരു ഗ്രീനിഷ് കളറിലായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ കുറച്ച് മറ്റേ ലീഫിൻ്റെ പാർട്സൊക്കെ ഇതിൽ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസുകൾ ബാക്കിയുണ്ടാവും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ കുറച്ച് ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് അത് അരിച്ച് അതിൽ തന്നെ കിടന്നോളും. ബാക്കി നമുക്ക് നല്ല ജ്യൂസായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മളൊരു ഗ്ലാസും പിന്നെ ഒരു അരിപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഈ ജ്യൂസ് അരിച്ച് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നമുക്ക് നമ്മുടെ ജ്യൂസ് കണ്ടോ, നല്ലൊരു ഗ്രീനിഷ് കളറിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്.
ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫൈനൽ ടച്ചും കൂടെ ചെയ്യേണ്ട, അതും കൂടെ ചെയ്തിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡ്രിങ്ക്, സ്പെഷ്യൽ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ലെമൺ വെച്ച് നമ്മൾ നൈസായിട്ട് ഒരു കോക്ടെയിലൊക്കെ പോലെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡ്രിങ്ക്. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഐറ്റം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡ്രിങ്ക് അല്ലേ. ഓക്കെ, ഇത് കിടുവായിട്ട് കേട്ടോ, ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഐറ്റം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ച് ചെയ്തതാണ്. പക്ഷേ എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് കിടിലൻ ഐറ്റമാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ്. ആകെ ഇപ്പം ഞാൻ കാണിച്ച മാവില ആണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതിൻ്റെ ടേസ്റ്റാണ് നമുക്ക് ഇതിൽ ശരിക്കും കിട്ടുന്നത്. പിന്നെ ഹണി ഉള്ളവരെ ഹണി ആഡ് ചെയ്യാം, അതൊരു എക്സ്ട്രാ ഫ്ലേവറിന് മാത്രമേ ഉള്ളൂ. അതില്ലാതെ പിന്നെ മിൻറ്റ് ലീഫും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഫ്ലേവറും കൂടെ വന്നേനെ. ഇതിൽ മിൻറ്റ് ലീഫ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. മിൻറ്റ് ലീഫ് കൂടെ ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ഐറ്റം തന്നെയായിരുന്നു ഇത്. എന്നാലും നമുക്ക് ഒരു റിഫ്രഷിങ് ടേസ്റ്റ് തന്നെയാണ് ഈ ഡ്രിങ്കിൻ്റെ. റിഫ്രഷിംഗ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് എന്താ പറയുക, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമുക്ക് കുടിക്കാൻ തോന്നിപ്പോകുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ഡ്രിങ്കിൻ്റെ പേരാണ് മാവില ജ്യൂസ്. നമ്മൾ ആദ്യം പ്ലാവിൻ്റെ ചക്ക കൊണ്ട് പല പരിപാടികളും നടത്തി. ഇപ്പോൾ പ്ലാവിനെ വിട്ട് നമ്മൾ മാവിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന മാവില ജ്യൂസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വെറൈറ്റി ഐഡിയാസും പരിപാടികളായിട്ട് നമുക്ക് എൻ്റെ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ദിസ് ഈസ് യുവർ ഫുഡി ട്രാവലേഴ്സ് സൈനിങ് ഓഫ്.